ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തുടർച്ചയായ മഴയ്ക്ക് ശേഷമുള്ള ഒരു ചെറിയ വിളവെടുപ്പാണ്. ഈ തുടർച്ചയായി മഴ പെയ്യുമ്പം ഇലകളും ഒക്കെ കേടുവരികയും പുഴു പിടിക്കുകയും രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊപ്പം നമുക്ക് പലപ്പോഴും കയറി വിളവെടുക്കാൻ പറ്റാതെയും വരും. അപ്പോൾ കുറേയധികം സാധനങ്ങളൊക്കെ നമ്മുടേത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ പഴുത്തു പോയത് എന്തൊക്കെയുണ്ട്, നാശങ്ങൾ എന്നൊക്കെയുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതിനൊപ്പം ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യമാണേ, ഒരു അടുക്കളത്തോട്ടം നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഇനം പച്ചക്കറി വിത്തുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പച്ചക്കറിയുടെ വിത്തുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്കത് വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ പോകാം. ഇത് 2-3 പടവലങ്ങയാണേ, ബേബി പടവലമാണ്. അപ്പം വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഇത് എടുത്താലേ ഉള്ളൂ ഇനി ഇത് കൂടുതൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇതേപോലെ കണ്ടോ, ഇത്രയും പടവലങ്ങ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിലൊക്കെ ചെയ്യുന്ന അടുക്കളത്തോട്ടമാണെങ്കിൽ നമുക്ക് ഇത്രയും പടവലങ്ങയൊക്കെ കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. ഇതിലും ഇത്രയും തന്നെ കിട്ടിയാലും നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരേ സമയം. അപ്പോൾ കൂടുതൽ ഒരേ സമയം നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഒരേ ചെടി കൂടുതൽ എണ്ണം നടുന്നതിനേക്കാളും നമുക്ക് നല്ലതെന്ന് പറയുന്നത് പല ഇനങ്ങൾ നടുന്നത്. അപ്പം പല പല സാധനങ്ങൾ നമുക്ക് ഒരേ സമയം കിട്ടും. പിന്നെ ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഒത്തിരി അധികം കണ്ട പാവയ്ക്ക പഴുത്തിട്ടുണ്ട്. അത് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പാവയ്ക്കകൾ പഴുത്തു പോകും. അപ്പം നമുക്കിത് ഈ പാവയ്ക്ക, ഇത് ശകലം കൂടെ വിളവൊക്കെ ഉള്ളതാ, എന്നാലും ഞാനിത് പറിക്കുവാണേ. പാവയ്ക്ക എടുത്തു. ഇത് സാലഡ് കുക്കുംബറാണേ, കുറച്ചും കൂടെ വളരുമായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. വേറൊരെണ്ണം ഉണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമുക്ക് അതിനെ വിളവെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പടവലങ്ങ എടുത്തിട്ട് പാവയ്ക്ക നോക്കാനായിട്ട് പോവാം. ഇത് നമുക്കൊരു ഡാർക്ക് പച്ച നിറത്തിലുള്ള, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൈസ്, കൂടിയ സൈസ് സാലഡ് കുക്കുംബറാണേ. ഇതിൻ്റെ വിത്തിനും വില കൂടുതലാണ്. പല ആൾക്കാരും ചോദിച്ച് മേടിക്കാറുണ്ട്. എന്നാലും നല്ല സൂപ്പർ സാധനമാണ്. ഈ കത്രികയൊന്നും വേണ്ട കാര്യമില്ല. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുള്ളുകളും വരാറില്ല. കണ്ടോ, നല്ല സാധനമാണ്. ഇതേപോലെ തിന്നാം. നല്ല ടേസ്റ്റുള്ള സാലഡ് കുക്കുംബറാണ്. സാധാരണ പോലെ അത് നമ്മൾ ആദ്യം കാണിച്ചത് സ്നോ വൈറ്റ് ആയിരുന്നേ. ഇത് ഡാർക്ക് പച്ച കളറിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. ഉണ്ട്, തങ്ങഴയുണ്ട്. മുകളിലോട്ട് വരുമ്പോഴൊക്കെ ഉണ്ട്. പിന്നെ പോളിനേഷൻ നടന്നില്ലെങ്കിൽ കായകൾ പോവും. മഴക്കാലമാണെങ്കിൽ പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയും കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ 5-6 പാവയ്ക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറുതാണ്. പക്ഷെ ചെറുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ വിടും. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിടന്ന് പഴുത്തു പോവുകയും ചെയ്യും. കണ്ടോ, കുറേ അധികം പാവലിനെ എനിക്ക് ഇവിടുന്ന് കളയാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്. ഇത് കണ്ടോ, ഇതിനകത്തെ പാവല് മുഴുവനും പഴുത്തിട്ട് അതിനകത്ത് വീണ് കുരുവായി മാറി. പക്ഷേ ഇത് നല്ല ഇനം പാവലാണ്. അപ്പം അതിൻ്റെ വിത്ത് ഞാനൊന്ന് പാകി നോക്കുന്നുണ്ട്. നമ്മൾ ഈ ഹൈബ്രിഡ് ഇനം പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ വിത്തുകൾ വീണ്ടും ചെയ്യുമ്പോൾ അതേ ഗുണങ്ങളുള്ള തൈ ഉണ്ടാകണം എന്നില്ല. ചിലപ്പോഴാണെങ്കിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇവിടെ ഒരു പാവയ്ക്കയുണ്ട്. അപ്പം ഞാൻ പാവയ്ക്കകളെല്ലാം കൂടെ ഒരുമിച്ച് പറിച്ചെടുക്കാൻ പോവാണേ. ബാ, ഇത് കണ്ടോ, ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കുവാണെങ്കിൽ കൊള്ളാം, പഴുത്താലും. പിന്നെ അത് ഇവിടെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പാകി കിളിപ്പിക്കാതെ തന്നെ കിളുത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ചുവടേതാ വേരേതാന്നൊന്നും അറിയാൻ പറ്റുകയില്ല. വളം കൊടുക്കാനും ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് ഇതിൻ്റെ കായ്കളെല്ലാം ഇങ്ങനെ ചെറുതായി പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ട്, ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പാവയ്ക്കയാണ്. വേറെയും കുറച്ച് കാണും. ഞാൻ എല്ലാം കൂടെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാവേ. ഇത്രയും പാവയ്ക്കകൾ പറിച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് നോക്കാം വേറെ എന്നാക്കെ ഉണ്ടെന്ന്. 2-3 പീച്ചിലുണ്ടേ. അപ്പം നമുക്കതും കൂടെ അങ്ങ് വിളവെടുത്തേക്കാം. പീച്ചിൽ നമുക്ക് ഇതുപോലെ ഞെക്കുമ്പം ഞെക്ക് കൊള്ളുന്നതാണ്. കണ്ടോ, ഇത് ഞെക്ക് കൊള്ളുന്നുണ്ടോ? ഇങ്ങനെ ഞെക്ക് കൊള്ളുന്നതാണ് നമുക്ക് അരിഞ്ഞ് തോരൻ വെക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വരിച്ചിലിങ്ങനെ അരിഞ്ഞ് കളഞ്ഞേച്ച് കൊത്തി അരിഞ്ഞ് തോരൻ വെച്ചാൽ അത് തേങ്ങ അരച്ചിട്ട് വെച്ചാലും തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് വെച്ചാലും നല്ലതാണ്. ആ ഒരെണ്ണം അവിടെ കിടക്കട്ടെ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതൊരെണ്ണം. ഇനി അത് ഞാൻ പറിക്കുന്നില്ല. എല്ലാം കൂടെ പറിച്ചാൽ നമുക്ക് പറ്റത്തില്ല. നമുക്കിത് ഇവിടെ ഒരു 5-6 കോവലുണ്ടേ. അപ്പം നമുക്ക് ആ കോവലും കൂടെ അങ്ങ് പറിച്ചെടുക്കാം.
വല്ല ഇവിടെ നമ്മൾ വിളവെടുക്കാൻ താമസിച്ച കഴിഞ്ഞ ദിവസവും ഞാനിത് പറിച്ചെടുക്കുന്നത് നിങ്ങളെ കാണിച്ചാണ്. എന്നാലും പലപ്പോഴും ഇതിവിടെ കിടന്നിട്ട് പഴുത്തു പോകും. അപ്പം പഴുത്തു പോകാതെ നമ്മൾ പറിക്കുവാണെങ്കിൽ നമുക്ക് തോരൻ വെക്കുവോ, ഇത് കണ്ടോ, ഇതൊക്കെ ഇതുപോലെ പഴുത്തു പോകും. പഴുത്തു പോകാതെ പറിച്ചാൽ നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ഒരു നീളമുള്ള ടൈപ്പാണ് കേട്ടോ, എന്നാൽ വലിയ നീളമുള്ള സൈസല്ല. വലിയ നീളമുള്ള ഇനം കോവയ്ക്കയുണ്ട്, നേരത്തെ അതിവിടെ ഉണ്ടായിരുന്നതാ. അത് ചൂട് നഷ്ടപ്പെട്ടു പോയി എനിക്ക്. അത്യാവശ്യം കുഴപ്പമില്ല, ഇതുണ്ടോ. അപ്പം ഞാൻ ദേ അത്യാവശ്യം ഒരു തോരനുള്ളതുണ്ടോ, ഒരു തോരനല്ല. ഇങ്ങനെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും മുള പൊട്ടി വീണ്ടും ഉണ്ടായി വരും. കണ്ടോ, ഇതുപോലൊക്കെ നമുക്കേ വിഷം അടിക്കാത്ത പച്ചക്കറികൾ കൂട്ടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുവെക്കണം. ഒരു കോവലിൻ്റെ തണ്ട് കൊണ്ടേ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വളം കൊടുത്താൽ മതി. വന്യമളം ഒന്നും കൊടുത്ത് പുറകെ നിൽക്കുവേലാത്തവരാണെങ്കിൽ. ഇത് കണ്ടോ, അത്യാവശ്യം നമ്മൾ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഒക്കെ കാണാതെ പോവും. ദേ കണ്ടോ, ഒരു 1/2 കിലോ കോവയ്ക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പം കോവയ്ക്കയായി. നമുക്കിനി അത്യാവശ്യം ഒരു ഇച്ചിരി മുളക് പറിക്കണം. വാ, ഇവിടെ കണ്ട ഒരു ബുള്ളറ്റ് മുളകിൻ്റെ ചെടിയാണേ. കണ്ടോ, കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട്. അതിന് കായ്ക്കുന്ന സമയമായപ്പം സാധാരണ പോലെ നമുക്കറിയാം മുരടിപ്പ് രോഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ മുരടിപ്പ് വന്ന ഇലകളെല്ലാം അങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കുമ്മായം കലക്കി മേളിക്കൂടെ ഒഴിച്ചു. അപ്പം അധികം ഇലകൾക്കൊന്നും പിന്നെ കുരുടിപ്പ് വന്നിട്ടില്ല കേട്ടോ. മുള പൊട്ടി വരുന്ന ഇലയൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കുക. ഞാനിത് നിങ്ങൾക്ക് നേരത്തെ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണേ, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതേ ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പതിവ് സ്ഥലത്തുനിന്ന് നമ്മൾ കൊത്തമര പറിക്കുവാണേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാഞ്ഞേ. കുറേ അധികം ഉണ്ട് കേട്ടോ, പറിച്ചെടുക്കാൻ പാടാ. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നിങ്ങളത് കാണിച്ചിട്ടുള്ളൂ. അതെ ഈ ചെടി ഇവിടുന്ന് വളഞ്ഞു വന്നിരിക്കുന്നതെന്നാണ് ഞാൻ ഈ പന്തലയിൽ നിന്ന് ഇത് പറിക്കുന്നത് കേട്ടോ. ഇത് വള്ളിയൊന്നുമല്ല, പക്ഷേ ബലമില്ലാത്ത തണ്ടായതുകൊണ്ട് ചാഞ്ഞ് കിടക്കുന്നതാണേ. കണ്ടോ, ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ചും കൂടെ, പറിച്ചിട്ടിട്ട് കാണിക്കാം. ഇത് ഇത്രയും കൊത്തമര കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട്, പക്ഷെ പറിക്കാൻ ഭയങ്കര താമസമുണ്ട്, ഞാൻ പറിച്ചെടുത്തില്ല. പറിച്ച് തീർക്കണം, എന്നാലേ അവർ മുന്നോട്ട് പിന്നെയും ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ ചൈനീസ് കാബേജ് ആണ്. നല്ലതാണോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ കേട്ടോ. കാരണം നമ്മളിത് വിളവെടുക്കാൻ താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കുഴപ്പമില്ല, ഉണ്ടോ ഇലയൊക്കെ, പക്ഷേ പഴുത്തൊക്കെ അഴുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എല്ലാം പറിച്ചെടുക്കുവാണേ. ഇനി അടുത്ത സെറ്റ് നമുക്ക് ഇവിടെ നടണം. ഇതുണ്ടോയെന്ന് അറിയത്തില്ല, ഇതെല്ലാം പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തീരെയില്ല, ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ, തീരെ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കട്ടെ, ഇതിങ്ങനെ പോട്ടെ. ഇതിലുണ്ടോയെന്ന് നോക്കട്ടെ കുറച്ചെങ്കിലും. ഇനി ഇത് കിളച്ചിട്ട് ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും നടാം. ഇതും അധികം അഴുകി, കണ്ടോ. ഇങ്ങനെ സമയത്തിന് പറിച്ചില്ലെങ്കിൽ ഈ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടാണ് പറിക്കാനും പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടം വന്നു. ഇവിടെ ഒരു ചുരക്കയുണ്ട്, അവിടെ ഒരു ചുരക്കയുണ്ട്. ഇത് പക്ഷേ ഇതിവിടെ കിടന്ന വലുതാകത്തൊന്നും ഇല്ലായിരിക്കും. വളർച്ച തീർന്ന പടവലത്തിൻ്റെ കായാണേ. ഞാൻ 2-3 വെണ്ടയ്ക്ക എടുക്കുവാണ്. വെണ്ടയ്ക്കയുടെ വിളവിന് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശകലം വളമൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ പഴയ പോലെ ആയിക്കോളും. പിന്നെ ഒരു പരിധി വരെയുള്ള വിളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ മണ്ട മുറിച്ചു വിടണം. മണ്ട മുറിച്ചു വിട്ടിട്ട് വളമിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടിയൊക്കെ നമുക്ക് വിളവെടുക്കാനുള്ളത് കിട്ടും. കുറച്ച് വേണ്ട, ദേ ഇത്രയും വേണ്ട കിട്ടി. ഒരു ശകലം കൂടെ പറിക്കാനുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയതാണ്. വിളവെടുത്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇത്രയും കൂടെ കിട്ടി. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു വഴുതനയുണ്ടേ. ഈ വഴുതന ചെടിയിൽ ഇപ്പം വൈകുന്നേരമായപ്പം വെള്ളം ഒഴിക്കാഞ്ഞുകൊണ്ടാണ് അത് വാടി നിൽക്കുന്നത്. ദേ നല്ലൊരു വഴുതനങ്ങയാണ്. പിന്നെ ദേ ഇതേലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വലുത് നമുക്ക് പറിക്കാം. അപ്പം ചെറുത് അവിടെ നിന്ന് വലുതായി വരട്ടെ. പയറൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ആ മഴ മാറിയപ്പോഴാണ് കാ വീണ് തുടങ്ങിയത്. ഇങ്ങനെ മുട്ടിനുണ്ടാകും. ഇത് നല്ല പയറാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും, നല്ല വലിപ്പവും വെക്കും, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. പിന്നെ പയർ ഇതുപോലെ വളരുമ്പോൾ ഇതിൻ്റെ ഈ നാമ്പ് കണ്ടോ, ഈ വരുന്ന അറ്റം മുറിച്ചു വിടണം, അപ്പോഴാണ് കൂടുതൽ കായ്കൾ പെട്ടെന്നുണ്ടായി കിട്ടുന്നത്. നമ്മളിപ്പോൾ വിളവെടുത്ത വെണ്ടയുണ്ടല്ലോ, അതിൻ്റെ വിളവ് കുറഞ്ഞപ്പം ആനക്കൊമ്പൻ വെണ്ടയായതേ. ഇത് പച്ചയും ഇത് ചുവപ്പും. അതേ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കായ എടുക്കാൻ പറ്റും. ഈ ആനക്കൊമ്പൻ വെണ്ട ഒരു 4 ചുവടെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ചെടിയെന്ന് തന്നെ 4 എണ്ണ കിട്ടിയുള്ളതിൽ 4 എണ്ണം കൊണ്ടൊരു 1/4 കിലോയിലധികം വെണ്ടയ്ക്കയാവും. അപ്പം നമുക്ക് ഒരു ചെടിയല്ല 2 ചെടി, കൂടിപ്പോയ 4 ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വെണ്ടയ്ക്കയും കിട്ടും. അപ്പം വിത്തില്ലാത്തവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിലൊരു മെസ്സേജ് ഇട്ടാൽ ഇതിൻ്റെ എല്ലാ ഇനം വിത്തുകളും എൻ്റെ അടുത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് നമ്മുടെ സ്വീറ്റ് ലൂബിയുടെ ചെടിയാണേ, കണ്ടോ, നല്ല ഡാർക്ക് കളറായാലേ ഉള്ളൂ മധുരം. നമ്മുടെ സാധാരണ കറി വെക്കുന്ന ലൂബി പോലെയല്ല, ഇത് മധുരമുള്ള ലൂബിയാണേ. തിന്നാൻ പറ്റും. പഴുക്കൽ കുറവാണെങ്കിൽ കാറിൽ ചോദിക്കും, പക്ഷേ പഴുക്കാനിട്ടിരുന്നാൽ നമുക്ക് കിട്ടത്തുമില്ല. 4 എണ്ണം ഉണ്ടായിരുന്നു. ഇത് നിറയെ കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ കായുണ്ട്. ഇപ്പം പൂ വരുന്നൊരു സമയമാണ്, അപ്പോൾ ഉണ്ടായിക്കോളും. ഇതേപോലെ കാ കിട്ടും കണ്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ പറിച്ച് തിന്നാം. പിന്നെ ഇതൊരു കണ്ടോ, ഇതൊരു മൊസാമ്പിയാണ്, ചെറിയ മഞ്ഞ നിറം വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മുറിച്ച് നോക്കട്ടെ, മധുരമുണ്ടോ നോക്കാം. കളറൊന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ. മധുരമുണ്ട്, നല്ല നീരുമുണ്ട് കേട്ടോ. ഇത് മാൾട്ട സ്വീറ്റ് മൊസാമ്പി കേട്ടോ, സൂപ്പറാ. വേണം എന്നാ തിന്ന് നോക്കൂ, മധുര ആയിക്കോട്ടെ. സൂപ്പർ സാധനം. അത്ര കളറ് വന്നിട്ടില്ല. ഇത് കണ്ടോ, ചുവപ്പ് നിറത്തിലേക്ക് വരുന്ന ബേറാപ്പിളാണേ. അപ്പം നമ്മളിത് ചുവപ്പാകാൻ നിൽക്കരുത്. കണ്ടോ, ഇത് ഉണങ്ങിത്തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അത്ര ആകുന്ന. അപ്പം ഇത് കണ്ടോ, ചിലത് പച്ച നിറത്തിൽ തന്നെ ഇരിക്കും, ചിലത് ചുവപ്പ് നിറത്തിലേക്ക് വരുന്നതാണ്. ഇത് ചുവപ്പ് നിറത്തിൽ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ തിന്നാൻ പറ്റാതെ പോയത്. എവിടെയെങ്കിലും പച്ച കാണും, പച്ച ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് തിന്നാം. ഇത് കണ്ടോ, ഒരെണ്ണം ഉണ്ട്, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ചെടി മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇത് നമ്മൾ മാൻഡ്രിനാണ് വെച്ചിരിക്കുന്നത്. മാൻഡ്രിൻ ഓറഞ്ചാണ്. മാൻഡ്രിൻ എപ്പോഴും നമുക്ക് തൊലി പൊളിക്കാൻ പറ്റുന്ന ഓറഞ്ചാണ്. ഇതിങ്ങനെ മറിഞ്ഞു പോയെന്നാണെന്നറിയോ, ഈ കൊന്ന പോലെ വളരുന്ന കണ്ടോ, ഇതിൻ്റെ ആയം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മറിഞ്ഞു പോയത്. കതിരുണ്ട് നല്ലോണം, എവിടെയെങ്കിലുമൊക്കെ വീണ് കിടന്നിട്ട് പുതിയ തൈകൾ വീണ്ടും കിളുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് കണ്ടോ, ഇത് ചൂട് പിടിച്ചു, നല്ലോണം വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബാരി സ്വീറ്റ് നടുന്നത് നിങ്ങളെ കാണിച്ചു തന്നാണ്. ബാരി സ്വീറ്റും ചൂട് പിടിച്ചിട്ടുണ്ട്. ഇത് തൊലി പൊളിച്ചെടുക്കാവുന്ന ഓറഞ്ചാണെന്നാണ് പറയുന്നത്. നമുക്ക് ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം.